ഹലോ ഹായ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞാൻ ഒരുങ്ങിക്കെട്ടി വർക്കിന് പോവുകയാണ്. അപ്പോൾ എന്നെ ഒരാൾ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് അയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അനുശേട്ടൻ ഇന്ന് വീട്ടിലുണ്ട്. അപ്പോൾ പുള്ളി എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ വന്നു. അങ്ങനെ ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് എന്നെ കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഹലോ ഹായ്. അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വന്നു. താണ്ട ഇവക്കിന്ന് ഭയങ്കര പനിയായിട്ട് ഒരു ഉഷാറൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എല്ലാവരും എന്തെടുക്കാണ്? എല്ലാവർക്കും സുഖമാണോ? അങ്ങനെ ഓഫീസിൽ വന്ന് കുറേ നേരം ഇങ്ങനെ രഞ്ജിതയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾക്കിന്ന് വയ്യെന്ന് പറഞ്ഞപ്പോൾ ഞാൻ താഴെ പോയി നല്ല അടിപൊളി ചായ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. കഴിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ബോണ്ട വാങ്ങിച്ചു. പക്ഷേ ഒരു ബോണ്ട 2 പേർ കൂടെ കഴിക്കാനുള്ളതുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചൂട് ചായയും കൂടെ കുടിച്ചപ്പോഴത്തേക്കും ഒരു വർക്ക് ചെയ്യാൻ ഒരു ഉണർവ് കിട്ടി. ചായയുടെ ഒരു പവർ ഒന്ന് വേറെയാണേ, സത്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കണമെന്നില്ലായിരുന്നു. അപ്പോൾ ഞാനിത് കഴിച്ചു. അവൾക്ക് പിന്നെ 2 ചായ കൊടുത്തു. അവൾ കഴിച്ചിട്ട് അവൾക്ക് ഭയങ്കര പനി. മിക്കവാറും നാളത്തേക്ക് എനിക്കും പനിയാവാൻ നല്ല ചാൻസ് ഉണ്ട്. പുള്ളിക്കാരിക്ക് വയ്യാതെ ഇങ്ങനെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ, അവൾക്കൊന്ന് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലോഡ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള പ്രഹസനമാണിത്. അല്ലാതെ ഇത് സ്ഥിരം പരിപാടിയൊന്നുമല്ല. പിന്നെ നമുക്ക് അധികം വർക്ക് എന്ന് വെച്ചാൽ ഉള്ള സമയത്ത് നമ്മളങ്ങ് ചെയ്യും, അത്രയേ ഉള്ളൂ. നമ്മുടെ വർക്ക് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻസ് എടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ടെലികോളിങ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ വർക്കുകൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാനവിടെ കൈയൊക്കെ ചുമ്മാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ചുമ്മാ പ്രഹസനങ്ങൾ മാത്രം. വന്ന രഞ്ജുവിന് പനിയാ. അയ്യോ കഷ്ടം. നാളെ വരണേടി നീ. തുമ്മി 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 രഞ്ജു. അതേടി, തുമ്മല് ഭയങ്കര. അതല്ലേ തുമ്മല് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. വാങ്ങിച്ചു വെക്കണം. ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മുടെ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. 2 മണിക്ക് ആ ചായയുടെ ഒരു പവർ കൊണ്ട് വിശപ്പൊന്നും വന്നില്ല. അപ്പം ഫുഡ് കഴിക്കണം. ഞാനിങ്ങനെ ഫുഡിൻ്റെ നമ്മുടെ ഗ്രൂപ്പിലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 മണിക്ക് കഴിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയമായി. ഫുഡ് എടുത്തു. പക്ഷേ ദൈവഹിതമെന്ന് പറയട്ടെ, മൊത്തം വളിച്ച് പണ്ടാരം അടങ്ങി പോയായിരുന്നു കേട്ടോ ഫുഡെല്ലാം. 2 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് കടലക്കറിയും ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയുമായിരുന്നു. രണ്ടും കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ 2 മണി ആയ സമയത്ത് തന്നെ ഒരുമാതിരി വെള്ളം പോലൊക്കെ വന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് കാണിച്ചപ്പോൾ തന്നെ ഒരു വല്ലായിരിക്കുന്നത്. കടലക്കറിയൊക്കെ നമ്മളൊരു 2 മണിയൊക്കെയായപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ എനിക്ക് ഒന്ന് പൊതിഞ്ഞിങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ടായിരിക്കാം പന്നലായി പോയതെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ രഞ്ജുവിൻ്റെ അവിയലുണ്ടായിരുന്നു. പിന്നെ രഞ്ജു ഫുഡ് കഴിച്ചില്ല, അവൾ അധികം കഴിച്ചില്ല. പിന്നെ അവളുടെ ഒരു ഇച്ചിരി ശകലം ചോറാണ് ഞാനെടുത്ത് കഴിച്ചത്. അവിയലും കൂട്ടി കഴിച്ചു. അവൾ പോയി കേട്ടോ. ഒരു 2:30 ആയപ്പോഴത്തേനും അവൾ പോയി. ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഇങ്ങനെ ബ്ലിങ്കസ് ചെയ്യാമെന്നും പറഞ്ഞിരിക്കും. ആരോടും സംസാരിക്കാനുമില്ല. എനിക്കിങ്ങനെ ആരോടെങ്കിലും സംസാരിക്കാനില്ലെങ്കിൽ ഭയങ്കര ബോറടിയാണ്. ആ സമയത്ത് നമ്മുടെ ചായച്ചേട്ടൻ വന്നു. അങ്ങനെ ചായ ഞാൻ ഒറ്റയ്ക്ക് കുടിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് ബോറടിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് കലാവാസന വരട്ടെന്ന് വിചാരിച്ച് പത്രം വായിക്കുകയാണ്. അതിനകത്ത് വായിക്കുന്ന പേജ് നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ വിലക്കുറവിൻ്റെ വിസ്മയോ എന്ന് പറയുന്ന നമ്മുടെ ലുലു മാളിലെ കുറച്ച് ഓഫറുകൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് 5 മണിയായി. ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേക്ക് അനുശേട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കടയിലൊക്കെ കയറി. അതാണ് താമസിച്ചത്. പിന്നെ ഞങ്ങൾ നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയി വീട്ടിലോട്ട് പോകുന്ന സമയമായി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ നമ്മുടെ സ്ഥിരം ചായക്കടയാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം ചായ കുടിക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് ചായ, ബോണ്ട, കടികൾ എല്ലാം കഴിച്ചു. ഒരു 5 കടി വീതം കഴിച്ചെന്ന് തോന്നുന്നു, സോറി. അപ്പോൾ അതെല്ലാം കഴിച്ച് വയറ് ഫില്ലായിട്ട്. അതുമല്ല അവൾ എനിക്ക് പനി തന്നിട്ടാണ് പോയത് കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒത്തൊരുമയാണ്. അതായത് എന്തുണ്ടെങ്കിലും ഞാൻ അവൾക്കും കൊടുക്കും, അവൾ എനിക്ക് എന്തുണ്ടെങ്കിലും തരും. അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെ ഞാൻ അവളോട് എന്തായാലും സന്തോഷം അറിയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാനൊരു കടയിൽ കയറി, ഒരു ഫാൻസി ഷോപ്പിൽ കയറി കേട്ടോ. കുറച്ച് പുഴു ഐറ്റംസുകൾ വേണം. പുഴു മീൻസ് പണ്ട് നമ്മൾ പറയുമല്ലോ തല കിട്ടുന്ന ബണ്ണ്. അങ്ങനെ അവിടെ കയറിയപ്പോൾ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വിടാൻ പറ്റത്തില്ലല്ലോ, അതൊരെണ്ണം വാങ്ങിച്ചു. ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ മീൻ അടിപൊളി 2-3 മീൻ വാങ്ങിച്ചു. 2-3 അല്ല, 1/2 കിലോ മീൻ വാങ്ങിച്ചു. അയിലയുടെ ചെറിയ മീനിന്ന് അത്യാവശ്യം മീനിനൊക്കെ വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം നൈറ്റ് വീട്ടിൽ അനിയത്തിയൊക്കെ ഉണ്ടായതുകൊണ്ട് കപ്പയും മീൻകറിയും കഴിക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം. എന്നാൽ പിന്നെ സാധിച്ചു കൊടുത്തേക്കാന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കപ്പയും വാങ്ങിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ വീട്ടിലെത്തി മഹാലക്ഷ്മിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.